ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോർമൽ സ്കിൻ കെയറെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻവി ആയിട്ടുള്ള ഈ കുശുമ്പോടുകൂടി ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നോർമൽ സ്കിൻ കാരിയാണ്. ഇപ്പൊ എന്റെ അമ്മയൊക്കെ നോർമൽ സ്കിന്നാണ്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറയും, അമ്മ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്. കാരണം നമ്മുടെ സ്കിൻ ടൈപ്പ് നോർമൽ ആക്കാൻ വേണ്ടി പിന്നെ നമ്മളൊന്നും ചെയ്യണം. നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് ആ സ്കിൻ ക്ലീൻ ആക്കി വെക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ മോക്കുരു ഒന്നും വരുത്താതിരിക്കുക, പരീക്ഷണങ്ങൾ നടത്തിയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ബ്രൈറ്റ്നസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആന്റി ഏജിങ് സിറമോ, അതല്ല നമുക്ക് ആന്റി ഏജിങ് ആണ് നമ്മുടെ റൊട്ടീനെങ്കിൽ അതനുസരിച്ച് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പണ്ടത്തൊക്കെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുകയൊക്കെ ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പം സംഭവം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യണം. സ്കിൻ സൈക്ലിംഗ് ചെയ്യണം. നോർമൽ സ്കിൻകാർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യണം എന്നുള്ളതല്ലാണ്ട് പിന്നെ കുറെ ആക്റ്റീവ്സ് നമ്മുടെ സ്കിൻ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എപ്പോഴും നോർമൽ സ്കിൻകാർക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് വാഷിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള സ്പേസിൽ മാത്രമേ നമുക്ക് എപ്പോഴും സ്കിൻ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നോർമൽ സ്കിൻ നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂ. അല്ല ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോക്കൊരു ആക്നെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്നെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആസ് ലോങ് ആസ് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ഇല്ലെന്നുണ്ടെങ്കിൽ, നോർമൽ സ്കിന്നാണ്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് പ്രോപ്പറാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്കുള്ള പകുതി പ്രശ്നം അവിടെ തീരും. അപ്പൊ പിന്നെ നമ്മൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഒരാൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ഡീപ്പ് പോസിൽ ഇറങ്ങിപ്പോയി ക്ലിൻസ് ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഡെയിലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെയോ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷിന്റെയോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, ഇപ്പൊ നമ്മൾ ഈ ഒരു സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടൊക്കെയാണ് നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നോർമലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ആണെങ്കിൽ നമുക്ക് ഒരു എക്സ്ഫോളിയേഷൻ നടക്കുകയാണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് വീക്കിലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഒക്കെ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അത്ര ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാച്ചുറൽ സ്കിന്നിന് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ആക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അതായത് നമ്മുടെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാതെ നമ്മുടെ ഫേസിനെ ഒന്ന് കഴുകിയിട്ട് എന്തെങ്കിലും അഴുക്കുള്ള ഓയിൽസ് ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുക. കുറച്ചല്ല, ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം അങ്ങനത്തെ ഫേസ് വാഷുകളുടെ. ഒന്നാമത്തേന്ന് വെച്ചാൽ സെറാവിയുടെ ഡ്രൈ ടു നോർമൽ സ്കിൻ ഫേസ് വാഷ് ഉണ്ട്. രണ്ടെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് എക്സ്ട്രാക്ട് 3% ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസറും നല്ലൊരു ഓപ്ഷനാണ്. നാലാമത്തേന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് ഗീയുടെ ബാരിയർ റിപ്പയർ ഫേസ് വാഷ്, വിത്തിൻ ബ്യൂട്ടിയുടെ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ക്രീം ക്ലെൻസർ ഉണ്ട്. ഡോക്ടർ ഷേറ്റിന്റെ സെറമേഡ് ആൻഡ് വിറ്റാമിൻ സി ഫേസ് വാഷ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഏഴാമത്തേന്ന് വെച്ചാല് നമ്മുടെ ഡെർമക്കോയുടെ 2% നയാസിനമൈഡ് ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് ഗാബിറ്റിന്റെ നയാസിനമൈഡ് ഹൈഡ്രോണിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിമ്പിളിന്റെ കൈൻഡ് ടു സ്കിൻ എന്ന് പറയുന്ന ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഹൈഡ്രോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ്. അടുത്താണ് കെമിസ്റ്റേറ്റ് പ്ലേയുടെ ജെന്റിൽ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഫേസ് ക്ലെൻസർ. പിന്നെ നമ്മുടെ ഡെർമക്കോയുടെ ക്രീമി ക്ലെൻസർ, പിന്നെ എപ്പി സോഫ്റ്റ്, പിന്നെ നമ്മുടെ കോസറെക്സിന്റെ മോർണിംഗ് ലോ pH ക്ലെൻസർ, പിന്നെ നമ്മുടെ ഡെർമാടച്ചിന്റെ ജെന്റിൽ ക്ലെൻസറും നല്ലൊരു ഓപ്ഷൻസ് ആണ്. രണ്ടാമത്തത് ടോണേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടോണർ യൂസ് ചെയ്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ ടോണർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ഫേസ് വാഷുകളില്ല. അപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സോപ്പുകളാണ്. സോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ pH സാധനമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾ ഫേസ് കഴുകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യും. അപ്പോൾ നമ്മുടെ pHനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണേഴ്സ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. അതൊരു എവല്യൂഷൻ കണക്കാണ്. പിന്നെ അതിനുശേഷം ഈ pH ഓൾട്ടറേഷൻ ഒന്നുമില്ല, നമ്മൾ നല്ല സ്കിന്നിന് പറ്റിയ ജെന്റിലായിട്ടുള്ള ക്ലെൻസേഴ്സും ഫേസ് വാഷസും ഒക്കെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ടോണേഴ്സിന്റെ മറ്റേ പഴയ ആവശ്യം ഇല്ലാത്തതും ആസ്ട്രിജൻ ബേസ് ചെയ്തിട്ടുള്ള ടോണേഴ്സിന്റെ ആവശ്യം നമുക്ക് സ്കിൻ കെയറിൽ ആവശ്യമില്ലാണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രേറ്റിങ്ങിലോട്ട് നമ്മൾ ടോണേഴ്സിനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ നോർമൽ സ്കിൻകാർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ആണ്. അതിന് HA BHA എന്നുള്ള ടോണേഴ്സ്, അതായത് എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സിന്റെ ആവശ്യം നമുക്കില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ നിയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോണേഴ്സ് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലമ്മിന്റെ നിയാസിനമൈഡ് ടോണേഴ്സ്, ഡോട്ടാൻകിയുടെ TN നിയാസിനമൈഡ് ടോണേഴ്സ്, പിൽഗ്രിമിന്റെ ടോണർ നിയാസിനമൈഡ്, ഫോക്സ്റ്റെയിലിൻ്റെത്, സെറ്റാഫിലിൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്നെയിൽ മ്യൂസിലോട്ട് പോവാം. അതിൽ കോസ്റെക്സിന്റെ സ്നെയിൽ മ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ റെനേഡത്, ബി ബോഡി വൈസിൻ്റെത്, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോഡ സ്നെയിൽ മ്യൂസ്, ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്നിലോട്ട് പോകുന്നതാണ് നല്ലത്. എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. നമ്മുടെ ഈ സാൽസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ റെഗുലർ ബേസിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അടുത്തതാണ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു സാധനം, ടോണർ ഒഴിച്ച് ബാക്കി ഒരു സാധനം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആ കൂടി 3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ 3 കാര്യങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പം ഞാൻ സൺസ്ക്രീൻ ആണെങ്കിൽ നമ്മൾ പറയും സൺസ്ക്രീൻ വേണം, സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ അത് നമ്മൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മോയ്സ്ചറൈസേഴ്സ്. നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ ഏറ്റവും ഇറലവൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വരുന്ന സ്കിൻ കൺസേൺസ്, അതായത് നമ്മുടെ സ്കിൻ ഉണ്ടാകുന്ന ഡ്രൈനെസ്, അതല്ലെങ്കിൽ നമ്മൾ ഈ ആൻറ്റി ഏജിങ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന അത് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ മൂക്കുരു വരുന്നതിനെയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് ഓയിലി സ്കിൻകാരുടെ അടുത്ത് പോലും ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ഓയിൽനെസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്കിന്നിനൊരു നല്ലൊരു അപ്പിയറൻസ് കൊടുക്കാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്നിനുള്ള വാട്ടർ കണ്ടന്റിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ, നമ്മുടെ സ്കിന്നിന് ഒരു നല്ല ലുക്ക് കൊടുക്കാനും സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ നാച്ചുറലി ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ മണ്ണിന് നല്ല മണ്ണല്ലേ അത്. അതേ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുന്നത്, നാച്ചുറലായിട്ട് വെള്ളം ഇല്ലാതിരിക്കുന്ന ആ വരണ്ട് കിടക്കുന്ന മണ്ണിൽ ക്രാക്ക് ഒക്കെ വരത്തില്ലേ, എക്സാക്ട്ലി സെയിം നമ്മുടെ സ്കിന്നിനുണ്ട്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇത് മോയ്സ്ചറൈസേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പം അതാണ് നമ്മുടെ മോയ്സ്ചറൈസറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. അത് കാരണം നമ്മുടെ സ്കിന്നുണ്ടാവുന്ന ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇച്ചിനെസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഒരു ഏർലി സൈൻസ് ഓഫ് ഏജിങ്ങിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യും. പിന്നെ മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇല്ലേ, അപ്പം അതായത് നമുക്ക് കോൾഡ്നെസ് അല്ലെങ്കിൽ ഡ്രൈനെസ്, ഇതൊക്കെ ഹോട്ട്നെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ്. പിന്നെ നിങ്ങൾ എയർ കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ എയർ കണ്ടീഷനിൽ നമ്മുടെ സ്കിന്നിലുള്ള വെള്ളം വലിച്ചെടുക്കും. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. അതായത് ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ് അത് പ്രൊട്ടക്ട് ചെയ്യുക, അത് ഉണ്ടാവാതിരിക്കാനായിട്ട് മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില സമയത്ത് നമ്മൾ അകത്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻഡോർ ചൂട് വരത്തില്ലേ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ സ്കിന്നിലുള്ള ലെയറാണ് സ്ട്രാറ്റം കോർണിയം, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. ആ ലെയറിൽ വാട്ടറിനെ പിടിച്ചു നിർത്താനായിട്ട് മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നോർമൽ സ്കിൻകാർക്കായാലും ഏത് സ്കിൻകാർക്കായിട്ടും മോയ്സ്ചറൈസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യണം, എത്ര തവണ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടാണ്. ബേസിക്കലി നമ്മൾ 2 പ്രാവശ്യം മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്താൽ മതി, രാവിലെയും രാത്രിയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രാത്രി എന്തായാലും നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യണം. കാര്യം എന്തെന്ന് വെച്ചാൽ രാത്രിയാണ് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യുന്നത്. ആ റിപ്പയറിങ് നടക്കാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ സ്കിന്നിന് വെള്ളം ആവശ്യമാണ്. നിങ്ങൾ AC ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ അകത്ത് ചൂട് കാരണമൊക്കെ ആ വെള്ളം സ്കിന്നിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിപ്പയറിങ് നമ്മുടെ സ്കിന്നിൽ നടക്കത്തില്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിപ്പയറിങ് നമ്മുടെ സ്കിന്നിൽ നടക്കുകയും ചെയ്യും. അടുത്ത സംശയമാണ് നമ്മൾ എങ്ങനെയുള്ള സ്കിന്നിൽ വേണം മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ, നോർമലായിട്ട് ഇരിക്കുന്ന സ്കിന്നിന് എൻ്റെ സ്കിന്നിൽ ഒരു വാട്ടർ കണ്ടന്റ് ഇല്ല, മീൻസ് നാച്ചുറലി എൻ്റെ പുറത്തോട്ടൊരു വാട്ടർ കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യും. അതായത് റാൻഡമായിട്ട് മോയ്സ്ചറൈസേഴ്സ് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലേ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെയാണ് മോയ്സ്ചറൈസർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്.
സ്കിൻ ഒന്ന് ഡാമ്പ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടോണേഴ്സ് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് നിങ്ങൾ അപ്പം തന്നെ മോയ്സ്ചറൈസേഴ്സ് ഇടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ടോണേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോണേഴ്സ് വേണമെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ അതല്ല ബോഡിയിലാണെങ്കിൽ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് സ്പോട്ടിൽ മോയ്സ്ചറൈസേഴ്സ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. സ്കിൻ്റെ ഡ്രൈനസ് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ല നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു ചെറിയ ഡാംനെസ് ഉള്ള സമയത്ത് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാം. പിന്നെ പീ സൈസിൽ, അതായത് കുട്ടുകുറുമണിയായിട്ട് എടുക്കരുത്. അത്യാവശ്യം ഒരു കോയിൻ സൈസ് എമൗണ്ട്, ₹1 കോയിൻ സൈസ് എമൗണ്ട് മോയ്സ്ചറൈസേഴ്സ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ആണ് നമ്മുടെ സ്കിന്നിന് ചേരുന്നതെന്ന്. നാച്ചുറലായിട്ട് ഒരു ഇൻ ജനറൽ പറയുകയാണെങ്കിൽ നോർമൽ സ്കിൻകാർക്ക് ഏത് ടൈപ്പ് മോയ്സ്ചറൈസേഴ്സും ചേരും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരുപാട് ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും ഒരുപാട് ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ജെൽ ടൈപ്പ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഹൈഡ്രേഷൻ കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഹൈഡ്രേഷൻ എന്തായാലും കിട്ടും. പിന്നെ ഒരുപാട് ക്രീമി, നമ്മൾ ഈ ജനറലായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ, അതൊന്നും അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഒരുപാട് തിക്നെസ്സും ക്രീമി അവോയ്ഡ് ചെയ്താൽ മതി, അല്ലാണ്ട് ഇച്ചിരി ക്രീമി ഇച്ചിരി തിക്നെസ് ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസിലോട്ട് പോകും. ഫസ്റ്റ് എന്ന് വെച്ചാൽ പിൽഗ്രിമിന്റെ റെഡ് വൈൻ ഫേസ് ക്രീം നല്ലൊരു ഓപ്ഷനാണ്. പിൽഗ്രിമിന്റെ തന്നെ സ്ക്വാളി ഫേസ് ക്രീം നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഫേസ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ ഹൈൽഡ്രോണിക് ആസിഡ് ആൻഡ് സെറമൈഡ് ഫേസ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷേത്തിന്റെ സിക്ക് ആൻഡ് സെറമൈഡ് ഫേസ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പ്ലമ്മിന്റെ 2% നയാസിനമൈഡ് ഫേസ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതാണ് സെറാവിയുടെ മോയ്സ്ചറൈസിങ് ലോഷൻസ്. പിന്നെ നമ്മുടെ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോഡേമിന്റെ 2 ഉണ്ട്, എക്ടോഡെർമും പിന്നെ സെബിയം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് രണ്ടും നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ സിമ്പിളിന്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ന്യൂട്രിജിനയുടെ ഹൈഡ്രോ ബൂസ്റ്റും നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സെബാബിന്റെ കെയർ ജെല്ല് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഫോർമുല എക്സിന്റെ പ്ലസ് ക്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ കോസറെക്സിന്റെ ഹൈൽഡ്രോണിക് ആസിഡ് മോയ്സ്ചറൈസറും കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിന്റെ മോയ്സ്ചറൈസേഴ്സും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെമിസ്ട്രിപ്ലേയുടെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഓർഡിനറിയുടെ ഹൈൽഡ്രോണിക് ആസിഡ് മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. ഡെർമോകോഡ് സെറമൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, അതും നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഇത്രയും അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ. അടുത്തതാണ് സൺസ്ക്രീൻ. എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരുന്ന സംശയമാണ്, മഴയത്ത് സൺസ്ക്രീൻ വേണോ, വെയിലുകാലം കഴിഞ്ഞില്ലേ ഞാൻ അകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ വേണോ, ഇങ്ങനെ കുറെ സംശയം വരും. നിങ്ങൾക്ക് മഴയത്ത് സൺസ്ക്രീൻ വേണം, വെയിലത്തും സൺസ്ക്രീൻ വേണം. ആസ് ലോങ് ആസ് നമ്മുടെ ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നിടത്തോളം കാലം ആ സമയത്ത് സൺസ്ക്രീൻ വേണം. പ്രത്യേകിച്ചും രാവിലെ ഒരു 9 മണി തൊട്ട് 5 മണിയുടെ അല്ലെങ്കിൽ 4 മണിയുടെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും സൺസ്ക്രീൻ വേണം. കാര്യം നമ്മുടെ സണ്ണിൽ നിന്ന് 2 ടൈപ്പ് UV റേസ് വരും, UVA-യും UVB-യും. UVA-യുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ PA എന്ന് പറയുന്ന സാധനം, അത് പിന്നീട് 4+ ആണുള്ളത്. UVB അതായത് നമുക്ക് ബേണിംഗ് ഒക്കെ തരുന്ന റേസില്ലേ, അതിനാണ് നമ്മൾ UVB എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ SPF ഉള്ളത്, അത് 30 to 50 ഉണ്ടല്ലോ എന്തായാലും വരണം. പിന്നെ മേക്കപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനുകളിലൊക്കെ SPF ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ അത് 15 ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ BB ക്രീമിൽ 15 പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ വേണ്ട എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഫൗണ്ടേഷനിൽ SPF ഉണ്ടെങ്കിൽ നല്ലത്, ആഡ് ഓൺ ആണ്. പക്ഷെ ഫസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ ഇടുക, അത് SPF 30ക്കും 50ക്കും ഇടയിലാവണം. 2 ഫിംഗേഴ്സ് റൂളാണ്. പിന്നെ എല്ലാ 2 മണിക്കൂറിന്റെ ഇന്റർവെല്ലിലും വേണം, അത് വേണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് കാരണം നിങ്ങൾ വിയർക്കുന്നതിന് നിങ്ങളുടെ സൺസ്ക്രീൻ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ വേണം. ഇല്ലെങ്കിൽ ഒരു 4 hour ഗ്യാപ്പിലൊക്കെ റീഅപ്ലിക്കേഷൻ ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് പറ്റിയ കുറച്ച് സൺസ്ക്രീൻ റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ഇനി കുറച്ച് സൺസ്ക്രീൻ റെക്കമെൻഡേഷൻസിലോട്ട് പോയാൽ ഫസ്റ്റ് നമ്മുടെ ഡോക്ടർ ഷേത്തിന്റെ ജെൽ ക്രീം സൺസ്ക്രീൻ. വേറെ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഷേത്തിന്റെ വിറ്റാമിൻ C ആൻഡ് സെറമൈഡ് സൺസ്ക്രീൻ, അത് തന്നെ സാധനം. രണ്ടാമത്തെ നമ്മുടെ ഡെർമക്കോടെ 1% ഹൈൽഡ്രോണിക് ആസിഡ് സൺസ്ക്രീൻ. മൂന്നാമത്തത് കേൾക്കാൻ സാധ്യത കുറവാണ്, എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, ഗ്യാബിറ്റിന് 100% മിനറൽ സൺസ്ക്രീൻ, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേത്തിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഗ്യാബിറ്റിന്റെ തന്നെ ഇൻവിസിബിൾ സൺസ്ക്രീൻ. അടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ നമ്മുടെ അക്വലോജിക്കയുടെ 4 ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്, അതായത് നിയാസിനമൈഡ് സൺസ്ക്രീൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിറ്റാമിൻ C ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്, ഇലുമിനേറ്റിംഗ് സൺസ്ക്രീൻ ഉണ്ട് അക്വലോജിക്കയുടെ. അതുപോലെ തന്നെ അവരുടെ ഡീടാൻ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഡോട്ട് ആൻഡ് കീയിലോട്ട് പോകണമെങ്കിൽ അവർക്കും 2 നല്ല ഓപ്ഷൻസ് ഉണ്ട്.
അവരുടെ വിറ്റാമിൻ സി സൺസ്ക്രീൻ, അതായത് യെല്ലോ ബോട്ടിലുള്ളത്, പിന്നെ അവരുടെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ബ്ലൂ കൂളിംഗ് എഫക്റ്റ് ഉള്ളത്, ഒരു ബ്ലൂ കളർ ബോട്ടിലുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമ്മൾ മിനിമലിസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ SPF 50 സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അവരുടെ ഇൻവിസിബിൾ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മളെ വിഷ് കെയറിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജെൽ സൺസ്ക്രീനും നല്ലതാണ്. അവരുടെ നിയാസിനമൈഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമ്മൾ ഡീകൺസ്ട്രക്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ അവരുടെ ഡീകൺസ്ട്രക്റ്റിലെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ. പിന്നെ മിനിമലിസ്റ്റ് ഞാൻ നേരത്തെ മറന്നുപോയത് അവരുടെ തന്നെ ലൈറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകുന്നുണ്ട്, പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലുള്ള 2 സൺസ്ക്രീൻ എപ്പോഴും മറന്നു. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രിജീനയുടെ സൺസ്ക്രീൻ ഉണ്ട് ബ്ലൂ ബോട്ടിലുള്ളത്. രണ്ടെന്ന് വെച്ചാൽ ന്യൂട്രിജീനയുടെ സിങ്ക് ഓക്സൈഡ് സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം എനിക്കൊരു സൺസ്ക്രീൻ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രിജീനയുടെ സൺസ്ക്രീൻ ആണ്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ ഞാൻ ഏറ്റവും റിഗ്രറ്റ് ചെയ്തൊരു സാധനമാണ് ബയോട്ടിക്കിന്റെ സൺസ്ക്രീൻ. ഓൾ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന സൺസ്ക്രീൻ ആണ്. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. അവര് നാച്ചുറൽ ആയിട്ട് പറഞ്ഞിട്ട് അവർ തരുന്നത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. എനിക്ക് നോർമലി കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു കുഴപ്പവും വരാത്ത ആളാണ് ഞാൻ. കെമിക്കൽ സൺസ്ക്രീൻ മിനറൽ സൺസ്ക്രീനേക്കാളും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന കെമിക്കൽ സൺസ്ക്രീനും കൂടെ ആയിട്ടുള്ള ആളാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ സൺസ്ക്രീൻ ആണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ എനിക്ക് എന്നാൽ ഇപ്പൊ കുറെ ആയിട്ട് നമ്മുടെ മിനറൽ സൺസ്ക്രീനാണ് ഒരുപാട് നല്ലത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഡോക്ടർ ഷെയ്ത്തിൽ മിനറൽ സൺസ്ക്രീൻ ഒക്കെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിന് മുന്നേ എന്റെ ന്യൂട്രിജീനയുടെ മിനറൽ സൺസ്ക്രീൻ എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ലൈക്ക് പറഞ്ഞത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി കെമിക്കലിലോട്ട് നിൽക്കുന്ന ആളാണ് എന്നാണ്, ഞാൻ ഫിൽറ്റേഴ്സ് ഉള്ള ആളാണ് ഞാൻ പറയുന്നത്. എന്നെ പോലും ബയോട്ടിക്കുകാർ വിയർപ്പിച്ച് ഒലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ലൈക്ക് സൺസ്ക്രീൻ ഉപയോഗമേ നിർത്തി. വിറ്റാമിൻ സി സെറം യൂസ് ചെയ്തിട്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പോയി ടാൻ അടിച്ച് അടപ്പുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബയോട്ടിക്കിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എനിക്കറിയത്തില്ല ഇതിന്റെ പേരിൽ എനിക്ക് ക്ലെയിം വരുമോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ പേഴ്സണലി അത് യൂസ് ചെയ്യാനേ പാടില്ല. ടു ബി ഫ്രാങ്ക്, അത് വേറെ കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് വിയർപ്പ് വന്നിട്ട് എനിക്ക് ഒരുപാട് DMs വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് വെറുതെ ഒന്നും മൂക്കുര് വരാനായിട്ട് പോകില്ല. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം മൂക്കുര് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മേക്കപ്പ് ഇടുന്നെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള അഴുക്കൊക്കെ നമ്മുടെ പോസിൽ പോയി ഇരുന്നിട്ട് വെറുതെ കുരു വരുത്തുന്നത് എന്തിനാണ്? ഡബിൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. സോ ഡബിൾ ക്ലെൻസിങ് നല്ലൊരു മെത്തേഡാണ്. കുറച്ച് റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ക്ലെൻസിങ് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാം ഉണ്ട്, പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാം ഉണ്ട്, പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, ന്യൂട്രിജീനയുടെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. പക്ഷെ അവർ ബോട്ടിൽ മാറ്റി അതിപ്പോ മാക്രോണിൽ മാത്രമേ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആമസോണിലുണ്ട്. നൈക്കയിൽ എന്തായാലും ഈ സാധനം ഇല്ല. പക്ഷെ അവരുടെ ന്യൂട്രിജീനയുടെ ഒരു പിങ്ക് ബോട്ടിൽ ഇതുണ്ടായിരുന്നു, ഓയിൽ ക്ലെൻസ് ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ഓയിൽ ക്ലെൻസർ അതാന്നാ തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്. ഭയങ്കര നല്ല സാധനമാണ്. ഞാൻ റീസെന്റ് റീപർച്ചേസ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആ സാധനം മിസ് ചെയ്ത്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോക്ക് പിക്ചർ നോക്കിയപ്പോഴും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ പിങ്ക് ബോട്ടില് ന്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു പേർപ്പിൾ ബോട്ടിൽ വരുന്നുണ്ട്. അത് മാക്രോണിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര പൈസ വസൂൽ ടൈപ്പ് സാധനമാണ്. അപ്പൊ ഇത്രയാണ് കുറച്ച് ക്ലെൻസിങ് ഓയിൽസിന്റെ റെക്കമെൻഡേഷൻസ്. ക്ലെൻസിങ് ബാമും ഇതിന്റെ ഇടയിലുണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം നമ്മൾ ഡബിൾ ക്ലെൻസിങ് ഒക്കെ വേണോന്നൊക്കെ ചിന്തിക്കും, ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ പരീക്ഷിക്കാതെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത് വരുന്ന ഡൗട്ടാണ് മിസലർ വാട്ടർ മതിയോ എന്ന് ചോദിക്കും. മിസലർ വാട്ടർ മതി. പിന്നെ കോട്ടൺ പാഡിൽ എടുത്തിട്ടുള്ള ആ ഒരു ടൈമിങ്, ആ ഒരു അത്രയും വേസ്റ്റേജ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ക്ലെൻസിങ് ഓയിൽ പറയുന്നത്. മിസലർ വാട്ടർ ആയാലും മതി. അത് നമ്മുടെ ഗാർണിയറിന്റെ മിസലർ വാട്ടർ ആണ്, ഞാൻ വേറെ എങ്ങോട്ടും പോകത്തില്ല. പിന്നെ മേക്കപ്പ് വൈപ്സ് യൂസ് ചെയ്യും. മേക്കപ്പ് വൈപ്സ് നിങ്ങൾക്ക് ഓൾറെഡി നോർമൽ സ്കിന്നിന് ഡ്രൈ ആവാനായിട്ട് ചെറിയ കാര്യം മതി, ഓയിൽ ആവാനും ചെറിയ കാര്യം മതി. നിങ്ങൾ വെറുതെ ഈ ഒരു മേക്കപ്പ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജെന്റിൽ ആയിട്ടുള്ള മേക്കപ്പ് വൈപ്സ് ആണ്, അതിനകത്ത് ആൽക്കഹോൾ ഇല്ല എന്ന് പറയുന്നെങ്കിൽ വെറുതെ വേസ്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാ? വൈപ്സ് കൊണ്ട് കൈ കൊണ്ട് നമുക്ക് കഴുകളയാവുന്ന സാധനമല്ലേ. പിന്നെ കൈയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫേസ് വാഷ് ടൂൾസ് ഒന്നും നിങ്ങൾ അതിനകത്തോട്ട് ചിലവാക്കണ്ട. ഈ
നിങ്ങൾക്ക് സെറംസ് നമ്മുടെ സ്കിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സെറം ഒന്നും വേണ്ട, വിറ്റാമിൻ സി 1-2 സെറത്തിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ, ആന്റി ഏജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ത്വര കാണും പല പല സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്, അങ്ങോട്ടൊന്നും ഇപ്പൊ പോകണ്ട, സ്കിൻ നോർമലാണ്, നോർമലായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ ആണ്. നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ ഏറ്റവും നല്ലത് പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഡെർമക്കോയിൽ ബിഗിനേഴ്സിന് പറ്റിയ പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേറ്റിൽ ലാക്ടിക് ആസിഡ് പീൽസ് അവൈലബിൾ ആണ്, അത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ചെറുതായിട്ട് വരുന്നുള്ളതുകൊണ്ടില്ല ആ ഭാഗത്ത് 2% സാലിസിലിക് ആസിഡ് സെറംസ് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഡെർമക്കോയുടെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പെട്ടെന്ന് നോട്ടിച്ച് പറയണത് എന്തെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ ചില സമയത്ത് നോർമൽ സ്കിൻകാർക്ക് ആവശ്യം പോലും വരുന്നില്ല, കാരണം നിങ്ങൾക്ക് നാച്ചുറൽ നിങ്ങളുടെ എക്സ്ഫോളിയേഷൻ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ഏതെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷസ് നോക്കിയാൽ മതി. ഈ നോർമൽ സ്കിൻകാർക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു എക്സ്ഫോളിയേഷൻ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ചെയ്യണം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്നും കൂടെ പറഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ നോർമൽ സ്കിന്നാണോ, ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, എന്ത് സ്കിൻ ടൈപ്പ് ആണെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐക്കാർഡ് കൊടുക്കാം, സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മനസ്സിലാവും. അത് മനസ്സിലായിട്ട് പിന്നെ നിങ്ങൾക്കുള്ള ഞാൻ ഈ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ സ്കിൻ ടൈപ്പുകാരുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡ്രൈ, കോമ്പിനേഷൻ, ഓയിലി. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർഡ് കൊടുക്കാം. അപ്പൊ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോർമൽ സ്കിൻകാരുടെ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സാനിയ.